കേരളത്തിലെ കാർഷിക മേഖല എല്ലാ കാലത്തും ഇവിടുത്തെ 90.4%, അതായത് 10 മുതൽ 20 സെന്റ് വരെ മാത്രം സ്വന്തമായി കൃഷിഭൂമിയുള്ള ചെറുകിട നാമമാത്ര കർഷകരുടേതായിരുന്നു. അതുകൊണ്ടുതന്നെ നമ്മുടെ സുസ്ഥിര കാർഷിക പുരോഗതിയുടെ ഭാവിയും ഭക്ഷ്യസുരക്ഷ എന്ന വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരവും ഇവിടുത്തെ ചെറുകിട നാമമാത്ര കർഷകരുടെ മണ്ണിൽ വിളയുന്ന കാർഷിക വിളകളെ ആശ്രയിച്ചാണിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കൃഷി മാത്രം ചെയ്ത് ഒരു കുടുംബത്തിന് മുന്നോട്ടു പോകാനാവില്ലെന്ന അനുഭവ പാഠങ്ങൾ നമ്മുടെ ചെറുകിട നാമമാത്ര കർഷകരെ കൃഷിയോടൊപ്പം തന്നെ കാലി വളർത്തൽ, മീൻ വളർത്തൽ, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ തുടങ്ങിയ മറ്റ് ഉപതൊഴിലുകൾ കൂടി കൃഷിയോടൊപ്പം ചെയ്ത് തങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന, മാസാവസാനം ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന കേരളത്തിലെ താഴ്ന്ന വരുമാനക്കാരായ മിക്ക വനിതകളെയും പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ബ്ലോക്കിലെ ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വനിതകളും. ജീവിക്കാൻ വേണ്ടി പല പല ചെറിയ സംരംഭങ്ങളും ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വനിതകൾ പരീക്ഷിച്ചു നോക്കി. ഒടുവിൽ ഒന്നും വേണ്ട പോലെ പ്രയോജനപ്പെടാതെ വന്നപ്പോൾ ഇനി എന്തു ചെയ്യും എന്നോർത്ത് പകച്ചു നിൽക്കുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ വെല്ലുവിളികളെ നേരിട്ട് ജീവിത വിജയം നേടാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഇവർക്ക് നൽകിയത് അവരുടെ വാർഡ് മെമ്പറായ ഷീജ മോഹനാണ്. മണ്ണിനെ അറിഞ്ഞ്, മണ്ണിനെ വിശ്വസിച്ച്, മണ്ണിൽ വിത്തുകൾ മുളപ്പിച്ച് പരിചരിച്ച് വിളവെടുക്കുന്നതിന്റെ മൂല്യവും ആനന്ദവും അറിഞ്ഞ് കൃഷി ചെയ്താൽ മണ്ണൊരിക്കലും കർഷകനെ ചതിക്കില്ലെന്ന് ചേപ്പാട്ടെ വനിതാ കർഷകരുടെ തന്നെ കാർഷിക വിജയ അനുഭവങ്ങളിലൂടെ അവരെ സ്വയം ബോധ്യപ്പെടുത്തുകയായിരുന്നു വാർഡ് മെമ്പറായ ഷീജ മോഹൻ. തന്റെ ജീവിതം തനിക്കു വേണ്ടി മാത്രമുള്ളതല്ലെന്നും അത് തനിക്ക് ചുറ്റിലുമുള്ള തന്റെ സഹജീവികളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും കുറയ്ക്കാൻ തന്നാലാവും വിധം പ്രവർത്തിക്കാൻ വേണ്ടി കൂടിയുള്ളതാണെന്നും ചിന്തിക്കുന്ന ഷീജ മോഹനെ പോലെയുള്ള നിസ്വാർത്ഥരായ സാമൂഹ്യ പ്രവർത്തകരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ മുതലേ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ രംഗത്തേക്കോ ഈ മെമ്പർ സ്ഥാനത്തേക്കോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റണം, എൻ്റെ പ്രവർത്തന ശൈലി എന്നുള്ള രീതിയിൽ മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ വാർഡിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെയും ADS ഗ്രൂപ്പിനെയും കുടുംബശ്രീ സംഘങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ചിട്ട് കൃഷിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ആദ്യകാലങ്ങളിൽ അവർ നല്ല രീതിയിലൊന്നും സഹകരിച്ചില്ല എങ്കിലും തുടർന്ന് കൂടുതൽ അവരോട് നടത്തിയ ചർച്ചകളിലൂടെ ഒരു 3-4 ഗ്രൂപ്പുകൾ നമ്മളോട് സഹകരിച്ച് കൃഷി മേഖലയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും അങ്ങനെ 2011 നവംബർ മാസത്തോടുകൂടി ഇപ്പോൾ ഈ പൂജാ കുടുംബശ്രീ ഇത്രയും വിപുലമായ രീതിയിൽ അവർ കൃഷി ചെയ്യുന്നു. അവർ ആ നവംബർ മാസത്തിലാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്ന, മെമ്പറെ ഞങ്ങൾ തയ്യാറാണ് കൃഷിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ലഭിച്ച പച്ചക്കറി വിത്തുകൾ ഉപയോഗിച്ച് അവർ കൃഷി ആരംഭിച്ചു. പക്ഷേ ആ കൃഷി തുടങ്ങിയ സമയം, അത് വള്ളി വീശി തുടങ്ങിയ സമയത്താണ് ഡിസംബർ മാസത്തിൽ ഡിസംബർ 31-ാം തീയതി അപ്രതീക്ഷിതമായി ഉണ്ടായ വലിയൊരു മഴയും അതിൻ്റെ ഫലമായുണ്ടായ വെള്ളപ്പൊക്കവും നിമിത്തം അവരുടെ ഈ കൃഷി മുഴുവൻ വെള്ളത്തിലായി. പക്ഷേ അവർ തളർന്നില്ല. അവർ ആ ഒരു രാത്രിയിൽ തന്നെ ചാക്കിനകത്ത് മണ്ണ് നിറച്ച് പടവല ഉൾപ്പെടെയുള്ള വള്ളി വീശിയ പച്ചക്കറികൾ ആ ചാക്കിലേക്ക് മാറ്റുകയും അതിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് അവരത് വീണ്ടും പ്ലാന്റ് ചെയ്യുകയും അതിൽ നിന്ന് അവർക്ക് നല്ല വിള ലഭിക്കുകയും ചെയ്തു. അതോടെ അവരിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. അതിനെ തുടർന്നാണ് അവർ ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാറിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുടുംബശ്രീയിൽപ്പെട്ട പത്മകുമാരി, അതായത് ഇതിൻ്റെ സെക്രട്ടറി, പുള്ളിക്കാരി എന്നോടൊരു അഭിപ്രായം പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റേതായിട്ടൊരു കുളം നമ്മുടെ ഈ വാർഡിലുണ്ട്. അത് വെറുതെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മത്സ്യം കൃഷി ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് വന്ന ആ ഒരു പ്രേരണ, അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് താല്പര്യപ്പെടുകയും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് കുടുംബശ്രീ മുഖേന കൃഷി ചെയ്യാൻ
വേണ്ടി നമ്മൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്താണ് ഇന്നിപ്പോൾ കൃഷി ഇറക്കിയിരിക്കുന്ന ഈ കുളം നമുക്ക് വിട്ട് കിട്ടിയത്. അപ്പം അത് ചൊവ്വൂർ ഷാജിയുടെ ഭൂമിയാണ്. അദ്ദേഹം അതിൽ ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്തിരുന്നു, പക്ഷെ അത് അത്ര വിജയകരമായിരുന്നില്ല. ഇത് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഷാജി പറഞ്ഞു, നിങ്ങൾ ചെയ്തു, അതിന് വേണ്ടിയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവിടെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നൊരു വിഷയം, ഇത്രയും വലിയൊരു കുളം എങ്ങനെ നമ്മൾ സജ്ജമാക്കിയെടുക്കും? അതിനനുസരിച്ച് നമുക്ക് ഇറക്കാൻ പൈസയില്ല. മീൻ വളർത്താൻ കുളം കിട്ടുമെന്നായപ്പോൾ ഇത്രയും വലിയ കുളം എങ്ങനെ മീൻ വളർത്താൻ പാകത്തിന് സജ്ജമാക്കിയെടുക്കും എന്നതായിരുന്നു പൂജ കുടുംബശ്രീ പ്രവർത്തകരെ അലട്ടിയ ആദ്യത്തെ പ്രശ്നം.